പോലീസ് ആയാലെന്ന പെണ്ണല്ലേ? ഞാൻ പോലീസാണ്. പോലീസിന്റെ ഇടി നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. അവിടെ പോയിടാ, കണ്ണടക്കടാ, സൈറ്റ് അടിക്കാനല്ല പോയിടാ. അവിടെ SI സാർ ഒന്നും വരുമ്പോ ഉണ്ടല്ലോ. സാറേ, SI ജിംബ്രക്കുട്ടൻ. അതെനിക്കറിയാം സാർ എവിടെയാന്ന്. ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ്. എന്താ പ്രശ്നം? സാർ ഒന്ന് വേഗം വരാമോ? എന്തിനാണ്? ഒരു മിനിറ്റ്. എന്താണ് അവിടെ വിഷയം? ആ പീഡന പ്രതിയില്ലേ, അവൻ എന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. എന്തൊക്കെയോ കാണിക്കുന്നു സാറേ, എനിക്ക് പേടിയാവുന്നത്. അപ്പൊ ബിന്ദു ഒരു കാര്യം ചെയ്യ്, ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സെല്ലിൽ കയറിയിരുന്നോ, അകത്തുനിന്ന് കുറ്റിയിട്ടോ. ഞാൻ അകത്ത് കയറി. അല്ല, അപ്പൊ ഇവന് ഓടിപ്പോവില്ലേ? അവൻ ഓടിപ്പോയാൽ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം. പക്ഷെ ബിന്ദുവിന്റെ മാനം പോയാൽ ഞാൻ എവിടെ ചെന്നിട്ട് പിടിക്കും? സാർ എന്നോട് വേഗം തമാശ പറയില്ലേ, ഇവിടെ മനുഷ്യന്റെ. ആ വെച്ചേരെ, ഞാൻ ഇതാ വന്നു. സാറേ, അല്ല പിന്നെ ആ സാറെന്ത് തന്നെ ഇട്ടിട്ട്? സാറെന്ത് തന്നെ ഇടിച്ചത്? അത് സാറ് വരുമ്പോ ഉള്ള ഇടി. അപ്പൊ നേരത്തെ ഒരു സാർ വന്ന് ഇടിച്ചതോ? ആ സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ ഉള്ള ഇടി. ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇടിക്കാൻ ബാക്കി? അയ്യോ, ഇതൊക്കെ ടെസ്റ്റ് അല്ലേ, അവിടെ പോയി റെസ്റ്റ് എടുക്കൂ. SI സാറ് വരും, അത്യാവശ്യം നന്നായിട്ട് കിട്ടിക്കോളും കേട്ടോ. അവിടെ പോയിരിക്കേ. എന്റെ സാറേ, സാറിപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇവനും ഒറ്റയ്ക്കല്ലായിരുന്നോ ഇവിടെ? ഓ, അതൊന്നും പേടിക്കണ്ട, അവൻ പേടിച്ചു പോകുള്ളൂ. അല്ല ബിന്ദുവേ, ഇന്നലെ ബിന്ദുവിനെ ആ സ്വപ്നം കണ്ടു മടുത്തു. എന്തായിരുന്നു? ടിവിക്കകത്ത് ഡാൻസ് കളിക്കുന്നു. ഡീഫോൾട്ട് ഡാൻസിൽ കിടന്ന് കുത്തി മറിയുവാ. എന്റെ ദൈവമേ, ഈ പോലീസ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു ഡാൻസുകാരി ആവേണ്ടതായിരുന്നു. ഡാൻസ് അറിയാവോ? പിന്നെ നേഴ്സറിയിലൊക്കെ ഞാൻ എന്ത് നന്നായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരുന്ന. അയ്യോ, ഒന്ന് കളിക്കാൻ വന്നാ ഞാൻ ഒരു പാട്ടിടാം. അപ്പൊ സാറിന് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലോ. അത് നീ കളിക്കൊന്ന് കാണട്ടെ. അല്ല, ഈ ഉടുപ്പിന്റെ ഒരു പരിമിതിയൊക്കെ കാണും കേട്ടോ. സാരമില്ല, ധൈര്യമായിട്ട് കളിച്ചോ. ഞാൻ ഒരു മ്യൂസിക് ഇടാം. ചെരുപ്പൊക്കെ ഊരിയേക്കാം കേട്ടോ. അങ്ങനെയാ, പോ. അയ്യോ, SI ധീം തരകട തോം തരകട നം തരകട തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട താ ധീം തോം നം ഛം ഛം താ ധീം തോം നം ഛം ഛം തരകട ദിത്തി തോം നം ലക 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 ലക. സാറേ, ഞാൻ ഒരു ലക്ക പറഞ്ഞതിന് സാർ എന്തിനാ 10,000 ലക്കം കൊണ്ട് വന്നേക്കുന്നേ? ഞാനും ഒരു ലക്കേ പറഞ്ഞുള്ളൂ. ലക്ക പറഞ്ഞപ്പോൾ രേമ്പക്കം വന്നപ്പോൾ കൂട്ടത്തോടെ ലക്ക അടിച്ചതാ. പേടിപ്പിക്കുന്നു. ഇതിനിവിടെ ഒരു കറുത്ത പാട്. അതോ, ഞാനൊരു ഇടിയനാണെന്നാണല്ലോ പരക്കെയുള്ള ആക്ഷേപം. ഇപ്പൊ ഇടി കിട്ടിയവരൊക്കെ എന്നെ ഒരുപാട് പ്രാകുന്നുണ്ട്. അപ്പൊ ഈ പ്രാക്ക് എനിക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അമ്മ ചുട്ടി കുത്തി വിട്ടതാണ്. കുത്തി കുത്തിയുടെ സാറിന് തന്നെ ചിക്കൻ ബോക്സ് സാറിന്. കണ്ടോ? ആരേത്? ഓ, ഞാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് വന്ന് നിൽക്കുന്നോടാ. എന്താണ്? കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ചു. ഒരു സംസ്ഥാനം നീ വിൽക്കും അല്ലേടാ? സംസ്ഥാനം നീ വിൽക്കും അല്ലേ? കുറച്ച് സമയം ഇവിടെ തന്നിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യം കൂടെ നീ വിറ്റാനല്ലോ. സാറ് എന്തായി പറയണേ? ഇവനല്ലേ പഞ്ചാബ് വിറ്റത്? പഞ്ചാബല്ല, കഞ്ചാവ്. പഞ്ചാബ്? ഓ, അറിയാത്ത പോലെ നമ്മളാ പാറയിരുന്നു കഴിഞ്ഞ ദിവസം വലിച്ചില്ലേ? അതോ, ഇവനെ കൊണ്ട് അകത്തില്ല. ആരും എന്നെ അകത്തിണ്ട. ഇവിടെ വരെ വരാൻ അറിയാമെങ്കിൽ എനിക്ക് തന്നെ അറിയാം. പോയിരിക്കാൻ. ഓ, എന്തോ ഒരു പ്രതികളാണ്. ഭയങ്കര ഡീസന്റ് ആണ് അവനല്ലേ? ഓ, ഇന്നലെ കാണാറുന്നു ബിന്ദു. എന്താ? ഇന്നലെ അടിപൊളിയല്ലോ. ഇന്നലെ സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ചടങ്ങല്ലായിരുന്നു. ഭയങ്കര പാർട്ടിയായിരുന്നു. പറയരുത്, അത് പറയരുത്. സാറേ, പാർട്ടി ഉണ്ടായിട്ട് എന്നെ വിളിച്ചില്ലല്ലേ? ബിന്ദു കള്ളു കുടിക്കുവോ? അതാ വിളിക്കാൻ. സാറ് ഒരു പുള്ളങ്ങ് അടിച്ചിട്ടല്ലോ, നാടൻ പാട്ടങ്ങ് പാടി. സാറ് പാടുവോ? എന്നാ മിച്ചവിട്ടാർന്നറിയാമോ?
അടിപൊളിയായിരുന്നു കേട്ടോ സാറേ. നിങ്ങൾ എന്ത് പരിപാടിയോടെ കാണിച്ചത്? അതിനോ ഞാൻ ഇന്നലെ ഇത്തിരി ഫിറ്റായി പോയി. നാടൻ പാട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒറ്റ ഒരുത്തൻ അവിടെ ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി വിളിച്ചാണ് വീട്ടിൽ പോയത്. സാർ ടാക്സി വിളിച്ച് വീട്ടിൽ പോയെന്നോ? അതെ. സാറിന്റെ വീട്ടിലല്ലായിരുന്നോ പാർട്ടി? അതെ. സാർ പിന്നെ എവിടെ ടാക്സി വിളിച്ച് പോയത്? ശരിയാണല്ലോ, ഞാനും അങ്ങോട്ടാണ് പോയത്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ സ്റ്റേഷനിൽ ഉണ്ടെന്ന ഒരു അത് ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷനകത്തായിരുന്നു ഞാൻ അന്നേരം. അതാണ് വിട്ടുപോയത്. ഫയൽസ് അവിടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനൊരു മാന്യനാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഞാനൊരു പരാതി പറയാനാണ് വന്നത്. എന്താണ് സാർ പരാതി? ഞാനൊരു മാന്യനാണ്. അതാണോ പരാതി? അതല്ല. പിന്നെന്താണ് പരാതി? എന്റെ പരാതി ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് അയൽപ്പക്കത്ത് രണ്ടുപേര് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. ഒരു ഗൾഫുകാരനും ഭാര്യയും. ഓ, എന്നിട്ട്? ഞാനൊരു മാന്യനാണ്, തൊട്ടടുത്ത് താമസിക്കുന്നത്. അവർക്ക് അത് മനസ്സിലായി. ആ പുള്ളി ഗൾഫുകാരൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അത് സ്വാഭാവികമാണല്ലോ, ഒരു പുതിയ താമസക്കാർ വീടിനടുത്ത് വരുമ്പോ അതൊന്നും ഉണ്ടാവും. അങ്ങനെ വൈകിട്ടാണ് ക്ഷണിച്ചത്. അതെ അതെ. ഞാൻ അവിടെ പോയിരുന്നപ്പോ പുള്ളി ഒരു കോച്ച് ഒഴിച്ചു വെച്ചു. എന്താണ് കോച്ച്? കോച്ചി തന്നെ അതെന്നാണ് കോച്ച്? അതെന്താണ്? പുള്ളി ഒരു കോച്ച് ഒഴിച്ചു വെച്ചു. സ്കോച്ച്. കോച്ച് കുടിക്കുന്ന മഞ്ഞൻ വായിന്ന് വന്നത് കേട്ടോ, കോച്ച്. പണഞ്ഞാട്ടെ. ഞാൻ 2 കഴിച്ചു. അതിൽ നിന്ന് 2 കഴിച്ചു. കുറഞ്ഞു പോയി. ഞാൻ ലിമിറ്റ് ചെയ്തേ കഴിക്കാറുള്ളൂ. മാന്യനാണ്. കഴിച്ചിട്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു. അപ്പോ അത് സ്ഥിര സംഭവമായി. ഞാൻ അവിടെ പോകുന്നു, പുള്ളി കോച്ച് ഒഴിച്ചു വയ്ക്കുന്നു, കുടിക്കുന്നു, പോരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം അങ്ങനെ വളർന്നു. ഭയങ്കര കമ്പനിയായി. ഒരു സുപ്രഭാതത്തിൽ പുള്ളി എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാതെ പുള്ളി തിരിച്ച് ഗൾഫിൽ പോയി ജോലിക്ക്. അയ്യോടാ, ഭയങ്കര ഫീലിങ്സ് ആയി പോയല്ലോ. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി പോയി സാർ. അതെ, അയാൾക്ക് ജോലിക്ക് പോകണ്ട. നിനക്ക് കോച്ച് ഒഴിപ്പിച്ചോ നിന്നെ കൂപ്പിച്ചോണ്ട് വിട്ടിരുന്നാ മതിയോ? അയാൾക്ക് പഠിക്ക് വേണ്ട, അയാളുടെ കുടുംബം നോക്കണ്ടേ? അല്ല സാറേ, പരാതി അതല്ല. പിന്നെന്താണ്? പുള്ളി ഗൾഫിൽ പോയല്ലോ. ഞാൻ പിറ്റേ ദിവസം ജംഗ്ഷനിൽ നിന്നപ്പോ ഒരു കോള്. ചേച്ചി വിളിക്കുന്നു. എന്തിന്? ചേച്ചി മനസ്സിലായില്ലേ, ഗൾഫുകാരന്റെ ഭാര്യ. ചേച്ചി എന്നെ വിളിച്ചു. വീട്ടിലെ ഞാനൊരു മാന്യനാണ്. താൻ മാന്യനാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടിലെ ബൾബ് കംപ്ലൈന്റ് ആണ്, ബൾബ് ഒന്ന് മാറ്റിയിടണമെന്ന്. ഞാനൊരു മാന്യനായതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയി ബൾബ് മാറ്റിയിട്ടു. ചേച്ചി ഒരു കാപ്പി കൊണ്ടുവന്നു. ഒരു പരസവകം ചെയ്യുമ്പോൾ, പ്രത്യുപകാരം ചെയ്യുമ്പോൾ ഉണ്ടാവും. ഞാൻ ആ കാപ്പി കുടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ പോയി. പിറ്റേ ദിവസം ജംഗ്ഷനിലേക്കുമ്പോ വീണ്ടും കോള്. അവൾ എന്നെ വിളിക്കുന്നു. അവൾ ബന്ധം കൂടി ചേച്ചി അവളായി. അതെ. അകലം കുറയുന്നു. അവളുമായിട്ട് അടുത്തു അല്ലേ? അതെ. അവൾ എന്നെ വിളിച്ച് പറയാണ് ബൾബ് കംപ്ലൈന്റ് ആണ്, മാറ്റിയിടണമെന്ന്. ഞാനൊരു മാന്യനായിട്ട് അവിടെ പോയി ബൾബ് മാറ്റിയിട്ടു. അവള് കാപ്പി കൊണ്ടുവന്നു, കാപ്പി കുടിച്ചു പോയി. ഇത് സ്ഥിര സംഭവമായി. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോരുന്നു. ചെല്ലുന്നു. ഞാനാണ് കാപ്പി കുടിക്കുന്നതും ബൾബ് മാറ്റിയിടുന്നത്. സാറും അല്ലേ? അനിയ, ഈ കാപ്പുടി മാത്രമേ ഉള്ളൂ, ഊണൊന്നും നടക്കാറില്ലേ? എന്റെ ഈ കാപ്പുടി നാട്ടുകാർക്കൊക്കെ മനസ്സിലായപ്പോ നാട്ടുകാർ 1-2 ഒക്കെ സംസാരിച്ചു തുടങ്ങി. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ പോയി പറഞ്ഞു, ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് മോശമായിട്ടൊക്കെ. അപ്പൊ അവൾ എന്നോട് തിരിച്ചു പറയാ, ബൾബ് മാറ്റിയിടാൻ വന്നോണ്ടല്ലേ നാട്ടുകാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വീട്ടിനകത്ത് കയറി, അവളെ വീട്ടിനകത്ത് കയറി ഒരു വെട്ട് കത്തി എടുത്ത് അവളെ തലയിൽ 4-5 വെട്ടി. പിന്നെ ഒരു കന്നാസ് മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മണ്ണെണ്ണ എടുത്ത് വീട് മൊത്തം ഒഴിച്ച് വീട് മൊത്തം കത്തിച്ച് അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുന്ന വരവാണ്. സാറിന് അറിയോ, ഞാൻ ഇത് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ തെറ്റുകാരനാണ്. അല്ലേ? വിചാരിക്കില്ലേ? ഇപ്പൊ അവളെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരും. എന്തിന്? പരാതി പറയാൻ. പിടിച്ചകത്തിടണം. എല്ലാത്തിനും അകത്തിടണം. അങ്ങനെ ചെയ്യാം സാർ. ചെയ്യാലോ? ചെയ്യും. ഞാനൊരു മാന്യനാണ്, എനിക്കറിയാം. ശരി, എനിക്ക് നിൽക്കാൻ സമയമല്ലോ. ഹലോ. ഓക്കെ. ഞാനിതാ വരുന്നു. ഹലോ. 2 lakhs. അങ്ങനെ ചെയ്യും സാർ. ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം. ഹോൾഡ് ചെയ്യൂ. അങ്ങനെ ചെയ്യാം സാർ.
2 lakhs. നിങ്ങൾ വെറും മാന്യനല്ല, ലോകമാന്യനാണ്, ലോകമാന്യ തിലകൻ. ഇങ്ങനെ വേണം പരാതി. നമ്മൾ അങ്ങോട്ട് പോയല്ലോ, ഇങ്ങനെ പറയണം, മാന്യതയോടെ പറയണം. സാറേ, എന്താണ്? അവനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? എന്തിന്? ഒരു മാന്യനായ മനുഷ്യനാണ് അദ്ദേഹം. ഓ, അവനൊരു സ്ത്രീയെ വെട്ടിയിട്ട് വീട് മുഴുവൻ തീ കത്തിച്ചിട്ട് വന്നാലേ അതെ, അവനെ അറസ്റ്റ് ചെയ്യണ്ടേ? സ്ത്രീയെ വെട്ടിയിട്ട് വീട് കത്തിച്ചില്ല, മണ്ണെണ്ണ ഒഴിച്ച്. അയ്യോ, അവനെയാണോ ഞാൻ വെറുതെ വിട്ടത്? പോയി പിടിച്ചോളൂ. ഞാൻ പോകത്തില്ല. എന്റെ ജോലി പോവല്ലോ ഭഗവാനെ. ഹലോ, ആ ഉണ്ട് സാറേ. അജിയാ? എടാ അജി, പട്ടി, നീ ഇന്നലെ എന്താ പരിപാടിയാ കാണിച്ചത്? ഇന്നലെ 9 മണി വരെ നിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. സ്ഥാപനം അടച്ച് 9 മണി കഴിഞ്ഞപ്പോ പിന്നെ ഒരു പട്ടാളക്കാരന്റെ കാല് പിടിച്ചാണ് ഞാൻ സാധനം എടുത്തടിച്ചത് കേട്ടോ. ഈ മാതിരി തണ്ടിത്തരം കാണിക്കണേ തലേന്നേ പറയണം കേട്ടോ. ആ വെച്ചിട്ട് നീ നാളെ ഡ്യൂട്ടിക്ക് അന്നേരം ഞാൻ കാണിച്ചു തരാം. ഓ സാറ് ഇത് ആരോടാ ഇത് പറഞ്ഞേ? അജി പോലീസ് ഇന്നലെ അവൻ പറ്റിച്ചെന്ന്. 9 മണി വരെ ഞാൻ ബിവറേജിന്റെ സമയം കഴിഞ്ഞിട്ട് അവൻ സാധനം എത്തിച്ചില്ലെന്ന്. എന്റെ തൊപ്പി തെറിച്ചേ, ഇതൊക്കെ തെളിച്ച് പറയണ്ടേ? സാറിന് തൊപ്പിയൊന്നും തെറിക്കത്തില്ല. നിനക്ക് മേളിൽ പിടിപാടുണ്ടോ? മേളിൽ പിടിപാടല്ല, പിന്നെ തൊപ്പി തീർക്കാനുള്ള ഒരു പരിപാടി എന്റെ ഉണ്ട്. എന്താണത്? ഇവിടെ നിന്ന് ഇങ്ങനെ തോർത്തിട്ട് ഇവിടെ കെട്ടിയാൽ മതി, ജീവിതത്തിൽ തെറിച്ചു പോകില്ല. വരൂ. ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ചീഞ്ഞ വളിച്ച കോമഡി ഇവിടെ പറയുമോ? സാർ